ഹലോ ഗായ്സ്, എല്ലാവർക്കും അക്കോർഡറി ഫിഷ് ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഒരു ഫൈറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുട്ടികളെ നമുക്ക് ഒരു ഫ്രിഡ്ജ് ബോക്സ് അല്ല, ഒരു തെർമോക്കോൾ ബോക്സ് എൻ്റെ ഉണ്ട്, അതിലേക്ക് നമുക്ക് മാറ്റണം. അതിൽ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടികൾ. ഇവർ ആ തെർമോക്കോൾ ബോക്സിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കുട്ടികൾ ഞാൻ മുമ്പ് ബ്രീഡ് ചെയ്തെടുക്കുന്നത് ഞാൻ എനിക്കിപ്പോൾ കാണിച്ചു തരാം. അതിൽ കാണാനുണ്ടോയെന്നറിയില്ല, അതിൽ കുറച്ച് കുട്ടികളുണ്ട്, ഒരു 7 എണ്ണമൊക്കെ ഉണ്ടാവും. കണ്ടോ ഞങ്ങൾക്ക് അവിടെ ഒരു ഇത്തിരി വലിപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അവരെ ഞാനിപ്പോൾ വേറൊരു പാത്രത്തേക്ക് പിടിച്ചിട്ട് ഈ പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ ബാക്കി അടിച്ചുതരാം ഗായ്സ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഞാൻ പാത്രം കഴുകി വെള്ളം നിറച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം നിറച്ചിട്ടുള്ളത് പയ്യെ കൂടും. പിന്നെ ഞാൻ ഫൈറ്റർ കുട്ടികളെ പിടിച്ചിട്ട് കാണിച്ചു തരാം. ഒരു വൈറ്റ് കളർ കുട്ടികളാണ്, ഞാൻ കാണാനുണ്ടോ? ഞാൻ എൻ്റെ ബോട്ടിൽ ചെയ്യണ വേറൊരു വീഡിയോ അധികം വൈകാതെ വരാം. ഇനി നമുക്ക് ഈ തെർമോക്കോൾ ബോക്സിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് ബദാം ലീഫ് ഇടണം. ബദാം ലീഫ് നന്നായിട്ടൊന്ന് കഴുകി 2 എണ്ണം ഇടണം. പിന്നെ നമുക്ക് വാഴല ഇടണം, വാഴല അത് നമുക്കപ്പോൾ കഴുകിയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ്, കഴുകി ഞാൻ വെള്ളത്തിലിട്ടുണ്ട്. പിന്നെ ഞാൻ എയറേഷൻ കൊടുത്തിട്ടുണ്ട്. എയറേഷൻ ഞങ്ങൾ കൊടുക്കുന്നില്ല, ഇവിടെ കൊടുക്കാറുണ്ട്. പിന്നെ നമുക്കിനി ഇത് ഒരാഴ്ചയോളമൊക്കെ ഇങ്ങനെ വെക്കണം, എന്നിട്ട് വേണം നമുക്ക് മീനുകളെ ഇറക്കി വിടാൻ. പിന്നെ നിങ്ങൾക്ക് എയറേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വെക്കേണ്ട, എയറേറ്റർ നിർബന്ധമൊന്നുമല്ല, ഞാനിവിടെ വെക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഞാനൊന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഗൈസ് ഇങ്ങനെയൊക്കെ ആയേ, അതിലൊക്കെ കളറ് മാറി. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഫൈറ്ററിൻ്റെ കുട്ടികളായിരിക്കും ഇടാം. ഞാൻ ഇപ്പോൾ പോയത് എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇത് കൊണ്ടുപോയിക്കണം. അതിൽ പ്ലാസ്റ്റിക് കവറൊന്നും എടുത്ത് മാറ്റണം. ഞാൻ പ്ലാസ്റ്റിക് കവർ എടുത്ത് വെച്ചിട്ട് ബാക്കി കാണിക്കാം. ഗൈസ്, ഞാനവിടെ ടെമ്പറേച്ചർ സെറ്റ് ആകാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ടെമ്പറേച്ചർ സെറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഇവരെ ഇറക്കി വിടാം. അപ്പോൾ ഗൈസ്, നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് ശരിയാകാൻ വേണ്ടി ഞാൻ വെറുതെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് വെള്ളം ഒന്ന് കൃത്യം അങ്ങനെ ആവാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരെ തുറന്നു വിടാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ വരെ തുറന്നു വിടാൻ പോവുക. പയ്യെ തുറന്നു വിടാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ ഗൈസ്. തുറന്നിട്ടുണ്ട്. പാത്രമൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമ്മളൊരു 2-3 മാസം ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇവരൊക്കെ വലുതായി കിട്ടും. അപ്പം അന്ന് ഞാനൊരു വീഡിയോ ഇടാം. ഇപ്പം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഫൈറ്റർ വീഡിങ്ങിൻ്റെ പാർട്ട് 1 കണ്ടീഷനിങ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.